കൂലി ട്രെയിലർ ഡീകോഡിങ്. ഒരുവിധം എല്ലാ ട്രെയിലർ ഡീകോഡിങ്ങുകളും വന്ന് നിങ്ങൾ കണ്ടും കാണും. അപ്പോ നമ്മളാണ് ലാസ്റ്റ്. എന്തായാലും ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ കൂലി ട്രെയിലർ വന്ന് ഒരു പക്കാ ലോകേഷ് മേക്കിംഗ്. എവിടെയൊക്കെ ഒരു വിക്രം ടച്ച് ഒക്കെ തോന്നി. കളർ ടോണും വേൾഡ് ബിൽഡിങ്ങും ഒക്കെ വിക്രത്തിലേതുപോലെ തന്നെ. പക്ഷെ ട്രെയിലർ കാണുമ്പോൾ കൂലിയുടെ ഒരു കോർ പ്ലോട്ട് വിക്രത്തെക്കാളും വലുതാണ്. എൽ സി അല്ല, വിക്രം സിനിമ മാത്രമാണ്. എൽ സിയുവിന്റെ വേൾഡ് ബിൽഡിംഗ് എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. ഞാനതൊരു സ്റ്റാൻഡേർഡ് മൂവി എന്ന നിലയിൽ ഈ എൽ സി യു സിനിമകളെക്കാളും വലിയൊരു വേൾഡ് ബിൽഡിംഗ് ആണ് കൂലിയുടേത്. ഭയങ്കര വലിയ പടമാണ്, വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെയാണ്. അപ്പൊ ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ളിൽ വരുമ്പോ ഒരു ലോകേഷ് പടം എന്നുള്ള രീതിയിൽ ആ ക്യാരക്ടേഴ്സിനെ എല്ലാം ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് കൂലിയിൽ കാണും. ലോകേഷ് പടം ആയതുകൊണ്ട് കഥയ്ക്ക് ആ കപ്പാസിറ്റി ഗ്യാരണ്ടീഡ് ആയിരിക്കും. അപ്പൊ കൂലി ട്രെയിലർ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ലോകേഷ് പടങ്ങളുടെ ട്രെയിലറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ തിയേറ്ററിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കാണുന്ന ഒരു പടത്തിന്റെ 1 ലൈൻ പോലെയാണ് 2-3 മിനിറ്റിൽ ട്രെയിലർ സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 3 മണിക്കൂർ പടത്തിന്റെ 3 മിനിറ്റ് ചെറിയ വെർഷൻ. അതാണിപ്പോ ഈ കൂലി ട്രെയിലറും. നമ്മൾ എന്താണോ ട്രെയിലറിൽ കണ്ടത് അതിന്റെ ഒരു വലിയ വെർഷൻ ആയിരിക്കും പടം. ഇപ്പൊ കൈദി, മാസ്റ്ററും വിക്രം, ലിയോയും എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ ഇതാണ് കാണാൻ പോകുന്നതെന്ന് ട്രെയിലറിലൂടെ ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കൂലിയുടെ ട്രെയിലർ എടുത്താൽ ഒരുവിധം അതുപോലൊക്കെ തന്നെ ആണെങ്കിലും ഒരുപാടൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ട്രെയിലർ കട്ട്സ് ആയാലും ബീജം ആയാലും ഇച്ചിരി സ്ലോ മോഡായിരുന്നു. രജനികാന്തിന്റെ ഏരിയ ഒന്നും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടില്ല. അതൊക്കെ തിയേറ്ററിൽ പൊട്ടിക്കാനുള്ള പരിപാടിയാ. എനിക്കും ട്രെയിലർ ആദ്യം കണ്ടപ്പോ ഓക്കെ എന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരറിഞ്ഞുകൊണ്ട് ട്രെയിലർ ഒരു ആവറേജിൽ ഒതുക്കിയതാണെങ്കിൽ അങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ലോകേഷ് രജനി പടം ആയതുകൊണ്ട് എന്തായാലും എല്ലാരും കാണും. ട്രെയിലർ ഡൗൺ ആയെന്ന് പറഞ്ഞ് ആരും പടത്തിന് കയറാതിരിക്കത്തില്ല. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് പടത്തിന് കയറുന്നവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് ഫുൾ പടത്തിൽ കിട്ടുന്നതെങ്കിൽ ആ ഒരു വോം ഇമ്പാക്ട് പടത്തിന് കൊടുക്കുന്ന മൈലേജ് ചില്ലറയൊന്നും ആയിരിക്കത്തില്ല. ഈ തുടരും 2018 അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാ. 2 ഇൻഡസ്ട്രി അടിച്ചിട്ടാ പോയത്. ഇപ്പൊ ലിയോ തന്നെ എടുത്താൽ ആ ട്രെയിലർ ഇറക്കിയതോടുകൂടി പടത്തിന്റെ ഹൈപ്പ് പോയ പോക്കാണ് ഫുൾ പടം കണ്ടു കഴിഞ്ഞപ്പോ പലർക്കും അത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരാഞ്ഞത്. ഇപ്പൊ ലിയോയുടെ ലെവൽ അറിയണമെങ്കിൽ ലിയോ കഴിഞ്ഞിറങ്ങിയ ദളപതിയുടെ ഗോട്ട് കണ്ടതിന് ശേഷം ലിയോ കാണുമ്പോഴായിരിക്കും അത് ഏത് ലെവലിൽ പടമാണ്, ലോകി എങ്ങനെയാണ് അത് എടുത്തു വെച്ചെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ജസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ കൂലിയുടെ ട്രെയിലർ കണ്ട് ഡൗൺ ആയിരിക്കുന്നതിന്റെ മുമ്പിലേക്കാണ് ഹൈയില് ലോകി കൂലി കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അതൊരു മാരക എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആക്ഷൻ വൈസ് പടം പീക്ക് ആയിരിക്കും. പടം സർട്ടിഫൈഡ് ആണ്. അതൊന്നും നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല. അപ്പൊ തിയേറ്ററിൽ കാണാം. മൊത്തത്തിൽ കൂലി ട്രെയിലറിനെ കുറിച്ച് പറഞ്ഞാൽ പടത്തിന് അനാവശ്യ ഹൈപ്പ് കയറ്റാതിരിക്കാനുള്ള ഒരു ലോകി തന്ത്രം മാത്രം. ഇനിയും കൂലി ട്രെയിലറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ട്രെയിലറിലേക്ക് തന്നെ വരാം. കൂലി സിനിമയുടെ ഒരു സ്റ്റോറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു നോൺ ലീനർ കിളിവറത്തിലായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ മെർസലിലൊക്കെ പോലെ ഒരേ ടൈം ലൈനിൽ തന്നെ ഡിഫറെന്റ് മോഡിലായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ഓർഡറിൽ ഈ പടം പോകുമെന്ന് തോന്നില്ല. ഈ പടത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. കാർട്ടൽസ്, ഗോൾഡ്, ടെക്നോളജി, എക്സ്പെരിമെന്റ്, വേണമെങ്കിൽ ഒരു സൈഫൈ. പടത്തിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് സത്യരാജ് ആണ്. ആ പോയിന്റിൽ നിന്നാണ് പല പോയിന്റുകളിലേക്ക് കഥ കണക്ട് ആവുന്നത്. അയാൾ ആരാണ്, അയാൾ എന്ത് ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്നിട്ട് എന്ത് സംഭവിച്ചു, ഇതാണ് ഈ പടം. പടത്തിലെ സത്യരാജിന്റെ ക്യാരക്ടർ ഒരു സയന്റിസ്റ്റ് ആണെന്ന് കാണാം. അയാളുടെ മകളാണ് ശ്രുതി ഹാസൻ. ഇനി നമുക്ക് സീൻ ബൈ സീൻ ഡീകോഡ് ചെയ്യാം. ട്രെയിലർ ആരംഭിക്കുന്ന ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസ് കാണിച്ചുകൊണ്ടാണ്. അവിടെ അതിന്റെ ബോർഡിൽ കിങ് പിൻ എന്ന് കാണാം. ഇതും മറ്റേ ആ ഒരു കടൽ പോർട്ട് ഏരിയയിലാണ്. ട്രെയിലറിൽ ലോകേഷ് ഫസ്റ്റ് കാണിച്ചത് തന്നെ ഈ ഫ്രെയിം ആയതുകൊണ്ട് പടത്തിൽ ഈ പ്ലേസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. പിന്നെ ആ കിങ് പിൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അടുത്ത ഫ്രെയിം ഒരു കാറിനുള്ളിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു ഷോട്ടാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, വൈപ്പറൊക്കെ ഓണാണ്. പിന്നെ ഈ പ്ലേസ് എന്ന് പറയുന്നത് ഒരു സെമിത്തേരി ആണ്, കുറെ കല്ലറായി കാണാം. ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഷോട്ടും ഈ ട്രെയിലറിലുണ്ട്. അടുത്ത ഫ്രെയിം നാഗാർജുനയുടെ ഒരു ബാക്ക് ഷോട്ട് ആണ്. അവിടുന്ന് കട്ട് ചെയ്താൽ അടുത്തത് സൗബിനാണ്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഹാർബർ ആണ്. താഴെ ഒരുപാട് വർക്കേഴ്സ് ഷിഫ്റ്റ് അനുസരിച്ച് വർക്കിന് പോകുന്നുണ്ട്. സൗബിൻ മുകളിലിരുന്ന് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. കയ്യിലൊരു വാച്ച് ഉണ്ട്. നമ്മൾ പടത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ കാണുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിസൈനുള്ള ഗോൾഡ് വാച്ചാണ് സൗബിന്റെ കയ്യിലുള്ളത്. പിന്നെയുള്ളത് ഇത്രയും ഫ്രെയിമിൽ വരുന്ന നാഗാർജുനയുടെ ഒരു വോയിസ് ഓവർ ആണ്. ഒരുത്തൻ ജനിക്കുമ്പോൾ തന്നെ അവൻ ആരുടെ കൈകൊണ്ട് മരിക്കണമെന്ന് നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡയലോഗ് ഒരു കണക്ട് ആണ്. പിന്നെ അടുത്തടുത്ത ഫ്രെയിമുകളിൽ ആദ്യം കാണിക്കുന്നത് ഒരു കീ നൈഫാണ്. അതും ഒരു മാർക്കറിനുള്ളിൽ ഹൈഡ് ആക്കിയ രീതിയിൽ.
ഇത് പലപ്പോഴും സെൽഫ് ഡിഫൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനർത്ഥം മറ്റെന്തോ കണ്ടെത്താൻ എവിടേക്കോ കയറി ചെല്ലുന്ന ആരോ ഒരാൾ. അടുത്ത ഫ്രെയിം ഒരു പവർ ഷിഫ്റ്റിംഗ് ആണ്. ഇതിന്റെ കണ്ടിന്യൂറ്റി പുറകെ വരുന്നത് കൊണ്ട് അപ്പൊ ക്ലിയർ ചെയ്യാം. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ തുറക്കുന്നതാണ്. അവിടെ ശ്രുതി ഹാസനെ കാണാം. ആ കണ്ടെയ്നറിനുള്ളിലുള്ളത് എന്താണെന്ന് ശ്രുതി ഹാസനെ റിവീൽ ചെയ്യുന്നൊരു ഷോട്ടാണത്. ആ കണ്ടെയ്നറിനുള്ളിൽ ഒരു ബോഡിയാണ് ഉള്ളതെന്ന് കാണാം. ബോഡിയുടെ കാലിന്റെ ഷാഡോ ബ്ലറിൽ കാണാം. പിന്നെ ആ കണ്ടെയ്നർ തുറക്കുന്ന ലൊക്കേഷൻ ഹാർബർ തന്നെയാണ്. കാര്യം ശ്രുതി ഹാസന്റെ പിന്നിലായിട്ട് വർക്കേഴ്സിനെ കാണാം. അതായത് ഹാർബറിൽ വർക്ക് ചെയ്യുന്നത് നേരെ പുറകെ ഇവിടെ അങ്ങോട്ട് ഇവിടെ നടക്കുന്നതാണ്. അടുത്ത ഫ്രെയിമിൽ കാണിക്കുന്നത് ഒരു എക്സ്പെരിമെന്റിനായി ആരെയോ ലോക്ക് ചെയ്യുന്നതാണ്. ഇതിനൊപ്പം തന്നെ മറ്റൊരു വോയിസ് ഓവർ കൂടി വരുന്നുണ്ട്. ഈ ലോകത്ത് ഒരാളെ ട്രേസേ ഇല്ലാതെ കടത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമാവും. വോയിസ് ഓവറിൽ ഈ ഷോട്ട് കാണിച്ചത് കൊണ്ട് ശരിക്കും സിനിമയിൽ അവർ ഈ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണോ എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയത്തില്ല. എന്തായാലും ആ ഫ്രെയിമിലേക്ക് വരാം. ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു പഴയ സ്വിമ്മിംഗ് പൂൾ ആണ്. ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നുകൊണ്ട് അവരെന്തോ എക്സ്പെരിമെന്റ് നടത്തുവാണ്. ആ എക്സ്പെരിമെന്റ് പവറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് സത്യരാജും ശ്രുതി ഹാസനുമാണ്. എന്നാൽ ഈ ഫ്രെയിമിൽ അവരെ കൂടാതെ നാഗാർജുനെ കാണാം. അത് നാഗാർജുന തന്നെയാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം ഈ ആൾക്ക് നല്ല ലോങ് ഹെയർ ആണ്, നാഗാർജുനയ്ക്ക് അത്ര ഇല്ല. പിന്നെയുള്ള സാധ്യത ഉപേന്ദ്രയാണ്. ഹെയർ വെച്ച് നോക്കിയാൽ അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരിൽ ഒരാളാ. അടുത്ത ഫ്രെയിമിൽ വരുന്ന ഒരു ഡയലോഗ്. ഇവര് ഈ നെറ്റ്വർക്ക് കൊണ്ട് മാത്രം വലിയവരായവരല്ല, ഉള്ളിൽ മറ്റെന്തോ വലുതായിട്ട് ചെയ്യുന്നുണ്ട്. ഈ നെറ്റ്വർക്ക് എന്ന പോർഷനിൽ കാണിക്കുന്നത് നാഗാർജുനയും അമീർ ഖാനെയാണ്. അപ്പോ ഈ നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെയിൻ ഇവർ രണ്ടുപേരും ആവാം. പിന്നെയുള്ള ഫ്രെയിം ഇതാണ്. കൂലിയിൽ ഒരു സൈഫൈ എലമെന്റ് ഉണ്ടോ എന്ന ചോദ്യം ഏകദേശം ഉറപ്പിക്കുന്ന ഒരു ഫ്രെയിം ആണ് ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അറിയാം ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ചെയർ ആണ്. കുറെ ഇംഗ്ലീഷ് ഓടത്തിലൊക്കെ ഉണ്ട്. അടുത്ത ഫ്രെയിമിൽ ഈ ചെയറിലിരുത്തിയാണെന്ന് തോന്നുന്നു ആരുടെയോ ബോഡിയിൽ എന്തോ ഇൻജെക്ട് ചെയ്യുന്നേ കാണാം. നമുക്ക് ഈ ഒരു ഏരിയ, അതായത് ഈ സൈഫൈ വന്ന് നടക്കുന്ന ഏരിയ കുറെ കൂടി ക്ലിയർ ആക്കാനുണ്ട്. അതിനുമുമ്പ് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് വരാം, എങ്കിലേ ക്ലിയർ ആവും. അടുത്ത ഫ്രെയിം മറ്റേ പോർട്ടിലേക്ക് നാഗാർജുനയുടെ ഒരു എൻട്രി ആണ്. പുള്ളി വരുമ്പോ എല്ലാവരും പേടിച്ച് രണ്ട് വഴിക്കായിട്ട് ഓടുന്നതും കാണാം. അതിന്റെ അടുത്ത ഫ്രെയിമിൽ അവരിൽ ആരുടെയോ തല അടിച്ച് പൊളിക്കുന്നതായിട്ടും കാണാം. അപ്പോ പുള്ളി കുറച്ച് ഡേഞ്ചർ ആണ്, ഇവരുടെയൊക്കെ ഒരു ബോസ് ആവാം. അടുത്ത ഷോട്ട് ഇതാണ്. നേരത്തെ പറഞ്ഞ സംഭവങ്ങളുടെ ഒരിത്. സത്യരാജ് ഒരു ഉപകരണത്തിലൂടെ പവർ വിസിബിൾ ആക്കുന്നതായിട്ട് കാണാം. അവിടുന്ന് കട്ട് ചെയ്താൽ അടുത്ത ഷോട്ട് മറ്റേ ഹാർബറിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി കുറെ ഫയലൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. ഇറങ്ങി വരുന്നത് കുറച്ച് ഡെസ്പടിച്ചാണ്. അതിന്റെ കണ്ടിന്യൂറ്റിയിൽ പെടുത്താമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ കൊന്ന് കടലിലെറിയുന്ന ഒരു ഷോട്ടും ട്രെയിലറിലുണ്ട്. അപ്പോ ഈ കഥയിലെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ആവാം ഈ ക്യാരക്ടർ. പിന്നീട് കാണിക്കുന്നത് രജനീകാന്തിന്റെ ക്യാരക്ടർ ബിൽഡപ്പ് ആണ്. ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഒടുവിൽ സത്യരാജിന്റെ വോയിസ് ഓവറിലൂടെ ഒരു എൻട്രി. 30 വർഷമായിട്ട് ഒരുത്തനെ ഓഫ് ലൈനിൽ വെച്ചിരിക്കുകയാണ്. ആരെ? ദേവ എന്ന് പറഞ്ഞ രജനീകാന്തിന്റെ ക്യാരക്ടർ പാസ്റ്റിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കൂലിയായിരുന്നു. അതിനപ്പുറം മറ്റെന്തൊക്കെയോ പരിപാടികൾ ചെയ്തിരുന്നു. സർവോപരി സത്യരാജിന്റെ ഫ്രണ്ടും. ഈ പുള്ളിയെ 30 വർഷമായിട്ട് ഓഫ് ലൈനിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് ട്രെയിലറിൽ പറയുന്നുണ്ട്. എന്നാൽ അതേ ട്രെയിലറിൽ തന്നെ ദേവ മാൻഷൻ എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രമുള്ള ഒരു ഹോസ്റ്റൽ പോലൊരു സംഭവം നടത്തുന്നതായി തോന്നുന്ന ഒരു ദേവയും കാണിക്കുന്നുണ്ട്. ഈ ദേവ മാൻഷൻ രജനീകാന്തിന്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനുള്ള ഒരു ക്ലൂ ആയിരിക്കാം പുള്ളിയുടെ പേര് വെച്ച് തന്നെ ദേവ മാൻഷൻ എന്നാക്കിയത്. എന്നാൽ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമുക്കിനി ഇതിനെ മൊത്തത്തിലെടുത്ത് നമ്മുടെ രീതിയിൽ കൊണ്ടുവരാം. ഞാനിത് കഥയായിട്ട് പറഞ്ഞ് സ്പോയിലർ ആക്കത്തില്ല, ഹിഡൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആദ്യം കഥയിലേക്കുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് തുടങ്ങാം. നാഗാർജുന വലിയ എന്തോ ഒരു ബിസിനസ് നടത്തുന്ന ഒരു ഹാർബറിന് തന്നെ ബോസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പുള്ളി ഒരു മൾട്ടി മില്യണയർ ആവാം. ഇതിനെല്ലാം പുറമെ ഇല്ലീഗൽ നെറ്റ്വർക്കുകൾ വഴിയാവാം അയാളുടെ ബിസിനസ് നടക്കുന്നത്. എന്ത് ബിസിനസ്? ഏതാണ് കമ്പനി? കിങ് പിൻ. ട്രെയിലറിൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കണ്ടൊരു പേരാണ് കിങ് പിൻ. കിങ് പിന്റെ ഒരു യൂണിറ്റ് ലാബ് ഇവിടെ കാണാം. ഇതുകൂടാതെ കിങ് പിന്റെ പേരിൽ ഒരുപാട് കണ്ടെയ്നറുകളും കാണാം. അപ്പോൾ ഈ കിങ് പിന്നും ഒരു ബ്രാൻഡാണ്. എന്തിന്റെ ആവാം എന്ന് ചോദിച്ചാൽ വാച്ചിന്റെ ആയിക്കൂടെ? വാച്ചിന് പടത്തിൽ ഒരു റോൾ ഉണ്ടെന്ന് ഡയറക്ടറും പറഞ്ഞു. ആദ്യം മുതലുള്ള അപ്ഡേറ്റിൽ നിന്ന് നമുക്കും അത് ഏറെക്കുറെ മനസ്സിലായി. അപ്പോൾ കിങ് പിൻ ഒരു വാച്ച് കമ്പനി ആയിക്കൂടെ? ആ കമ്പനി നാഗാർജുനയുടേതും ആയിക്കൂടെ? അപ്പോ ഈ കിങ് പിന്റെ മറവിൽ ശരിക്കും നടക്കുന്നത് മറ്റെന്തെങ്കിലും ഒക്കെ ആവാം. ഈ ഹാർബർ വഴിയാവാം ഇതിന്റെ ട്രേഡ് നടക്കുന്നത്. ആ ഹാർബർ കൺട്രോൾ ചെയ്യുന്നത് സൗബിനാവാം. നാഗാർജുനയുടെ ഒരു റൈറ്റ് ഹാൻഡ് ആവാം സൗബിന്റെ ക്യാരക്ടർ സത്യരാജ്.
ട്രെയിലർ വെച്ച് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു സയന്റിസ്റ്റ് ആയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സയന്റിസ്റ്റിനും അപ്പുറം ഒരു ഇലക്ട്രീഷ്യൻ ആയിരിക്കാം. എക്സ്പെരിമെന്റ് ഒക്കെ നടന്നതായിട്ട് കാണാം. പുള്ളിയുടെ മകളാണ് ശ്രുതി ഹാസൻ. പുള്ളിയെ ഈ പരിപാടിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായും കാണാം. അടുത്തത് രജനീകാന്ത് അഥവാ ദേവ. സത്യരാജിന്റെ ഫ്രണ്ടാണ്. 30 വർഷമായി തനിയെ ജീവിക്കുന്ന ഒരാളാണ്. സത്യരാജ് പറയും പോലെ പറഞ്ഞാൽ 30 കൊല്ലമായി ഓഫ്ലൈനിൽ കിടക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഓൺലൈനിൽ അഥവാ ആക്റ്റീവ് മോഡിലേക്ക് വരണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം വേണം. ഇതിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് വരാനുള്ള കാരണവും അത് തന്നെ ആവാം. സത്യരാജിന് വേണ്ടിയാവാം ദേവ മടങ്ങി വന്നത്. ഇനി ദേവ മാൻഷൻ. ട്രെയിലർ വെച്ച് നോക്കുവാണെങ്കിൽ 30 കൊല്ലമായി ഓഫ്ലൈനിൽ കഴിയുന്ന ദേവ ഇപ്പോ ദേവ മാൻഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി സാധാരണ രീതിയിൽ ജീവിക്കുവാണ്. ദേവ മാൻഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലേഡീസ് ഹോസ്റ്റൽ സെറ്റപ്പ് ആണ്. ട്രെയിലറിൽ ഒരു ആക്ഷൻ സീക്വൻസിൽ ദേവ ശ്രുതി ഹാസൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ ദേവ മാൻഷൻ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ആ സ്ഥാപനം ദേവയുടേതാവണമെന്നുണ്ടോ? കാര്യം ട്രെയിലറിൽ ശ്രുതി ഹാസൻ ദേവയോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളും ഇത്രയും കാലം ആരുമില്ലാതെ ജീവിച്ച് ശീലമായെന്ന്. അപ്പോ ദേവ മാൻഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരുപാട് സോഷ്യലായി ഇടപഴകുന്ന ഒരാളാവാം. അപ്പോ അയാളോട് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. അത് മാത്രമല്ല 30 കൊല്ലം ഓഫ്ലൈനിലുള്ള ഒരാളെന്ന് എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അവിടെ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാർ വരുമ്പോ ടാർഗറ്റ് ചെയ്യുന്നത് ദേവയല്ല, പെൺകുട്ടികളെയാണ്. സോ അതിനർത്ഥം അയാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ദേവ മാൻഷൻ രജനീകാന്തിന്റെ ആവാൻ ഒരു വഴിയില്ല. കാരണം ഇവിടെ ഈ ഒരു ഷോട്ട് സത്യരാജ് ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലുള്ളതാണ്. അപ്പോ അവരുടെ ബാക്കിലായി ഒരു ബാൽക്കൺ വാള് കാണാം. ഇത് എക്സാക്ട് അതേ സെയിം തന്നെയാണ് ഇവിടെ ദേവ മാൻഷനിലും കാണുന്നത്. അവിടെ തന്നെ വെച്ചാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അവിടെയും ഇത് കാണാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ദേവ മാൻഷൻ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നത് ദേവയല്ല, സത്യരാജും ശ്രുതി ഹാസനും ആവാം. സത്യരാജിന്റെയും ദേവയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്താണെന്ന് എത്രയാണെന്നും ഇതിൽ കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു പോസിബിലിറ്റിയും ഉണ്ട്. സത്യരാജ് ഒരു ലേഡീസ് ഹോസ്റ്റൽ നടത്തുന്നു, അവിടെയുള്ള ഒരു പെൺകുട്ടിക്ക് എന്തോ സംഭവിക്കുന്നു, അവിടെ നിന്നായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി എക്സ്പെരിമെന്റ്. കൂലിയിൽ ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ സൈഫൈ എലമെന്റ് ഉണ്ടെന്ന് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇതിനപ്പുറമുള്ളൊരു സർപ്രൈസ് എലമെന്റ് കൂലിയിൽ ഉണ്ടെന്ന് ലോകേഷ് കൺഫേം ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഇതിനെ കൊണ്ടുപോവാം. ഒരു സൈഫൈ എലമെന്റ് എന്തായാലും ഉണ്ട്, അത് കൺഫേം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ട്രെയിലറിലും ഉണ്ട്. അതിൽ ഹൈലൈറ്റ് ഈ 2 ഷോട്ടാണ്. ആദ്യത്തേത് ഒരു ഇലക്ട്രിക് ചെയർ എക്സ്പെരിമെന്റ് ആണ്. രണ്ടാമത്തേത് ഈ ഷോട്ടാണ്. ആരുടെ ബോഡിയിലേക്ക് എന്തോ ഒന്ന് ഇൻജെക്ട് ചെയ്യുവാണ്. അത് പറയാം. ആദ്യം നമുക്ക് ഈ ചെയറിലേക്ക് വരാം. ആദ്യം നോക്കേണ്ടത് ആ ചെയർ അല്ല, അതിരിക്കുന്ന ചുറ്റുപാടാണ്. തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അതായത് പൈസ ഇറങ്ങിയുള്ള കളിയല്ല, ടാലന്റ് കൊണ്ടുള്ള കളിയാ. ഇനി ആ ചെയറിലേക്ക് വന്നാൽ അതൊരു മെറ്റൽ ചെയർ ആണ്. അതിന് ചുറ്റിലും ഒരുപാട് വയേഴ്സും സ്പ്രിംഗ് കോയിൽസും പോലുള്ള സാധനങ്ങളും കാണാം. അതിന്റെ അടുത്തായി ഒരു കോപ്പർ വിൻഡിങ് ഡിവൈസും കാണാം. ഇതേ സാധനം മറ്റേ സ്വിമ്മിംഗ് പൂൾ എക്സ്പെരിമെന്റിലും ഇരിക്കുന്നതായി കാണാം. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസ് ആണ്. ഇതൊരു എനർജി ട്രാൻസ്മിഷൻ നടത്താനുള്ള എന്തോ ഒരു പരിപാടിയാണ്. അപ്പോ ഒരാളെ ഈ ചെയറിലിരുത്തി എന്തോ എക്സ്പെരിമെന്റ് ചെയ്യാനാണ്. ഇവിടെ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ ആരെയോ മെറ്റൽ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്യുന്നതായി കാണാം. അപ്പോ ഈ ചെയറിലാണ് പിടിച്ച് ലോക്ക് ആകിയത്. അതിനുശേഷം ഈ ചെയർ ഷോട്ട് കഴിഞ്ഞ് വരുന്ന ഒരു ഷോട്ട് ഇതാണ്. ഈ ഒരു ഷോട്ടിൽ ആരുടെയോ കഴുത്തിൽ എന്തോ ഒരു ലിക്വിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നതായി കാണാം. ഒരാളെ പിടിച്ച ചെയറിൽ ലോക്ക് ചെയ്ത് കഴുത്തിൽ എന്തോ ഇഞ്ചെക്ട് ചെയ്ത് പവർ കൊടുക്കും. അപ്പൊ ഇതെല്ലാം വെച്ച് ഞാൻ എന്റെ ഐഡിയയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇത് ഒരു മാൻ റിവൈവ് എക്സ്പെരിമെന്റ് ആയിക്കൂടെ? അതായത് മരിച്ചുപോയ ഒരാളെ പവർ ഉപയോഗിച്ച് റിവൈവ് ചെയ്യുന്ന പരിപാടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഫ്രെയിമിലുള്ള ഇലക്ട്രിക് ചെയറും അതിനു ചുറ്റും ടെസ്ല കോയിൽ പോലുള്ള ഈ എനർജി സിസ്റ്റവും കാണാം. അതുകൊണ്ട് ഇതൊരു മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വൈദ്യുതോർജ്ജം കടത്തിവിട്ട് അവരെ വീണ്ടും ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആകാം. പിന്നെ ആ ഇഞ്ചക്ഷൻ, അതൊരു ഹൈ എനർജി സെറം അല്ലെങ്കിൽ ഒരു ബയോ ഇലക്ട്രിക് ഫ്ലൂയിഡ് ആവാം. അതുകൊണ്ടായിരിക്കാം അത് ഇഞ്ചെക്ട് ചെയ്ത ഉടനെ കഴുത്തിലെ വെയിൻസിലേക്ക് അത് വിസിബിൾ ആയത്. പിന്നെ ഇത് മാത്രമല്ല, ശ്രുതി ഹാസൻ സ്ട്രക്ചറിൽ കുറെ ബോഡി തള്ളിക്കൊണ്ട് പോകുന്നതായിട്ടും കാണാം. പിന്നെ ആ ചെയറിൽ ഒരാളെ ലോക്ക് ചെയ്തായിട്ടും കാണിക്കുന്നുണ്ടല്ലോ, അതും മിക്കവാറും ഒരു ചലനമില്ലാത്ത ബോഡി ആവാം. കാരണം ബോധമുള്ള ഒരാൾ തന്റെ ബോഡിയിൽ ഇതുപോലൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അയാൾ പ്രതികരിക്കും. ഇവിടെ ശ്രുതി ഹാസനാണ് അയാളെ സിമ്പിളായി ഫ്രീ ആയി ലോക്ക് ചെയ്യുന്നത്. അത് ശ്രുതി ഹാസനാണെന്ന് പറയാൻ കാരണം ലോക്ക് ചെയ്യുന്ന കൈയാണ്, കയ്യിലെ വാച്ചും. ഇവിടെ വലത് കൈയിലാണ് വാച്ചുള്ളത്. ഈ ഫ്രെയിമിൽ ശ്രുതി ഹാസന്റെ വലത് കൈയിലാണ് വാച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ശ്രുതി ഹാസനാണ്. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സിമ്പിളായ ഒരു ആണിന്റെ ബോഡി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ
അത് ഇതുപോലൊരു ഡെഡ് ബോഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം. അപ്പൊ ഇങ്ങനൊരു കണക്ഷനും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആവാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല. ഈ പവർ എക്സ്പെരിമെന്റ് നടത്തുന്നതും ശ്രുതിഹാസനാണ്. മാൻ റിവൈവിനുള്ള പോസിബിലിറ്റി ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ പവറിലെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. കുറെ ഇംഗ്ലീഷ് പടത്തിന് ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞൊരു ഷോട്ടില്ലേ, മറ്റേ സെമിത്തേരിയിലെ മഴ, അവിടുന്ന് രജനീകാന്ത് കല്ലറ തുറന്ന് ആരുടെ ബോഡി എടുക്കുന്നതായ ഒരു ക്ലൂ തരുന്നൊരു ഷോട്ടാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തള്ളിക്കളയാനും പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ കാണും. ഇനി ഈ പടത്തിന്റെ രീതിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നോൺ ലീനിയർ ആയി ആരംഭിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതിന്റെ കഥ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല. വിക്രം പോലെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടായിരിക്കും ഈ പടം ആരംഭിക്കുന്നത്. മിക്കവാറും പടം ആരംഭിക്കുന്നത് ശ്രുതിഹാസന്റെ എപ്പിസോഡ്സിലൂടെ ആയിരിക്കും. ബോഡി, മർഡർ, എക്സ്പെരിമെന്റ്, അങ്ങനെ പിന്നീട് വിക്രം പോലെ കണക്ട് ചെയ്താവാം പടം ട്രാക്കിലേക്ക് കയറുന്നത്. പിന്നെ പടത്തില് സത്യരാജ് പടമാവാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല. കാര്യം ആദ്യമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ശ്രുതിഹാസനും സത്യരാജും ചേർന്നാണ്. പിന്നെ ശ്രുതിഹാസൻ തനിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. അത് മാത്രമല്ല, സത്യരാജ് എവിടെയോ കയറി എന്തോ കുഴപ്പം ഒപ്പിക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ രഹസ്യം ഒപ്പിക്കാൻ പോയതാവും. അവിടുന്ന് സർവൈവ് ചെയ്യാൻ പുള്ളി ഒരുപാട് പേരെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും തന്നെ ആവാം ഈ കഥയുടെ അടിവേര്. സത്യരാജന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമാവാം സത്യരാജിന്റെ പ്ലാൻ അനുസരിച്ച് ദേവയെ കംബാക്ക് അടിക്കുന്നത്. ചിലപ്പോ ശ്രുതിഹാസനായിരിക്കാം സത്യരാജിന്റെ നിർദ്ദേശം അനുസരിച്ച് ദേവയെ കൊണ്ടുവരുന്നത്. പിന്നെ ദേവയ്ക്കും ഈ മെയിൻ ആന്റഗനിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവാതിരിക്കത്തില്ല. അങ്ങനെ ഒരു പ്ലേസ്മെന്റും തള്ളിക്കളയാൻ പറ്റത്തില്ല. ശ്രുതിഹാസൻ, രജനീകാന്ത്, ഉപേന്ദ്ര ഇവരൊക്കെ ഒരു ടീമാണ്. ഒരു ഷോട്ടിൽ ഉപേന്ദ്ര രജനീകാന്തിന്റെ സൈഡിൽ നിൽക്കുന്നതായിട്ടും കാണാം. അപ്പോ ഇനിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. രണ്ട് ശവപ്പെട്ടിയും അമീർ ഖാനും എല്ലാം വെയിറ്റിംഗ് ആണ്. കംപ്ലീറ്റ് സ്പോയിലർ ആക്കണമെന്ന് വിചാരിച്ചാ പറയാത്തെ. വേണമെങ്കിൽ ഒരു സ്പോയിലർ ഡീകോഡിങ്ങും ചെയ്യാം, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം. അപ്പോ ഇത്രയാണ്. ഓക്കെ, ബൈ.